പക്ഷേ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. എന്ത് കാര്യം? അരവിന്ദിന്റെ കല്യാണമാണെന്ന്. ഓ, അതാണോ? മാഷെന്താ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നേ? പത്മനാഭൻ താലിയുടെയും മാലയുടെയും ഓർഡർ എടുക്കാൻ വന്നായിരിക്കും അല്ലേ? അതെ മാഷേ. മാഷിനെ നേരിട്ട് വിളിച്ച് പറയുന്ന ഞാൻ വിചാരിച്ചിരുന്നത്. അല്ല, പത്മനാഭനോട് ഇപ്പൊ ഇങ്ങോട്ട് വരാൻ പറഞ്ഞ ആരാ? ഹേമ വിളിച്ചിരുന്നു. ആണോ? എന്നാ പിന്നെ ഹേമയോട് ചോദിച്ചാൽ എന്താന്ന് വെച്ചാ ചെയ്യേ. പറമ്പിലെ ഇൻസ്പെക്ഷന് കൃഷി ഓഫീസർ വരുന്നുണ്ട്, കുറച്ച് തിരക്കിലാ. വാ. ഒന്ന് നിക്കോ. വീട്ടിൽ വിളിച്ചു വരുത്തിയ ആളെ അപമാനിക്കാണോ? ആര് വിളിച്ചു വരുത്തി? ആര് വിളിച്ചു വരുത്തിന്ന്? ഞാനാ വിളിച്ചത്. എന്തിന്? എന്റെ മോന്റെ കല്യാണത്തിന് താലിയും മാലയും പണിയാൻ. എന്നാ പണിച്ചോ, എന്നോട് പറയുന്ന എന്തിനാ? ഈ തറവാട്ടിലെ എല്ലാ ചടങ്ങിലും പത്മനാഭനെ കൊണ്ട് തന്നെയല്ലേ പണിയിപ്പിക്കാറ്? അത് ഈ വീട്ടിലെ വിശേഷത്തിനല്ലേ. ഇപ്പൊ എന്റെ അറിവിൽ ഇവിടെ വിശേഷങ്ങളൊന്നുമില്ല. ദേ, ഞാനും എന്റെ മോനും അപ്പൊ ഈ വീട്ടിലല്ലേ? അല്ലേന്ന്? അങ്ങനെ ആയിരുന്നെങ്കിൽ ഇതുപോലെ തന്നിഷ്ടം കാണിക്കില്ലായിരുന്നല്ലോ. എന്ത് തന്നിഷ്ടം കാണിച്ചു എന്നാ? എന്റെ മോന്റെ കല്യാണം നടത്താൻ നോക്കിയതാണോ ഈ തന്നിഷ്ടം? നിങ്ങൾ ആകാശിന്റെ കല്യാണം നടത്താൻ നോക്കിയത് തന്നിഷ്ടമല്ലേ? അമ്മേ, വെറുതെ ഒച്ച വെക്കണ്ട. താലി പണിയാൻ ആളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് അച്ഛന്റെ കൂടി അഭിപ്രായം ചോദിച്ചിട്ട് വേണം. നീയാണ് ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്? ഇല്ല, ഞാൻ തീരുമാനിക്കുന്നില്ല. അമ്മയും മോനും കൂടെ തീരുമാനിച്ച് ചെയ്. അച്ഛൻ ഇതിലേക്ക് വലിച്ചഴിക്കുന്നത്? എടാ, ഇയാളോട് പറഞ്ഞാൽ സമ്മതിക്കോ? കല്യാണം മുടക്കിയല്ലേ? അമ്മായി, ദേ, നീ മിണ്ടരുത്. ഇത് എന്റെ മോന്റെ വിഷയ. നിന്റെ മോന്റെ കാര്യമാണെങ്കിൽ നീ എന്താന്ന് വെച്ച് ചെയ്തോ. കല്യാണം നടത്തേ നടത്താതിരിക്കേ അതൊക്കെ നിന്റെ ഇഷ്ടം. എടോ, തനിക്ക് എന്താ എന്റെ കാര്യം പറയുമ്പോ ഇത്ര ചൊറിച്ചില്? അരവിന്ദ്, സംസാരിക്കുമ്പോൾ സൂക്ഷിച്ചു വേണം. ബാലനിന്റെ അച്ഛന്. അതെ, ഇയാളുടെ മൂടും താങ്ങി നടക്കുന്നുണ്ടെങ്കിൽ അങ്ങ് ചെയ്താ മതി. എന്നോട് ഉപദേശിച്ചു വരണ്ട. എടാ, നീയോ ഇവളും ഇന്നിവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് എന്റെ ഔദാര്യമാണ്. അതില്ലാതാക്കണ്ട. നിങ്ങൾക്ക് കല്യാണത്തിന് ഇഷ്ടമുണ്ടെങ്കിൽ വരണ്ട. എന്തിനാ വെറുതെ തടസ്സം പറയുന്നേ? അച്ഛന്റെ കടമ മാത്രം ചെയ്താ മതി. ഇവൻ പറഞ്ഞത് ശരിയല്ലേ? ജനിപ്പിച്ചാ മാത്രം പോരാ, അച്ഛൻ എന്ന നിലയിൽ ചെയ്യേണ്ട കടമകളുണ്ട്. മകനെന്ന നിലയിൽ നടന്നിട്ടുള്ളവനാണെങ്കിൽ ആ കടമ ഞാൻ ചെയ്തേനെ. എന്നെ നീയും നിന്റെ തള്ളയും ഒന്നിനും പ്രതീക്ഷിക്കണ്ട. ഗോവിന്ദ. പക്ഷേ പത്മനാഭ, എന്നോട് ക്ഷമിക്കണം. ഈ കല്യാണത്തിന് എനിക്ക് താല്പര്യമില്ല. ഇനി ഈ വീട്ടിൽ വരാൻ പോകുന്ന കല്യാണം എന്റെ അനുമോളുടെ. അതൊരു 5 വർഷം കഴിഞ്ഞേ ഉണ്ടാവൂ. അപ്പൊ ഞാൻ പത്മനാഭനെ വിളിക്കാം, താലിയും മാലയും പണിയിക്കാൻ. കണ്ടവരുടെ കല്യാണത്തിന് ഞാൻ താലി പണിയിക്കേണ്ട ആവശ്യമില്ലല്ലോ. തനിക്ക് താലി പണിയണമെന്ന് നിർബന്ധമാണെങ്കിൽ ഇവരുടെ കയ്യിൽ നിന്ന് ഓർഡർ എടുത്തോളൂ. എടോ, താൻ എന്തിനാണ് തന്തയാണെന്ന് പറഞ്ഞ് നടക്കുന്നേ? അങ്ങനെ ഞാൻ പറഞ്ഞു നടന്നിട്ടില്ലല്ലോ. നീയല്ലേ നാട് മുഴുവൻ പറഞ്ഞ് എന്റെ മേൽവിലാസത്തിൽ പങ്കുപറ്റുന്നത്. മതി, താലി ഞങ്ങള് പണിയിച്ചോളാം. ആരുടെ സഹായം ഇനി വേണ്ട. പത്മനാഭ, താലി താൻ തന്നെ പണിയണം. എനിക്ക് പറ്റില്ല ഹേമേ. വഴക്കം വെക്കാണോ ചെയ്യേണ്ട ഒന്നല്ല താലി പണിയുന്നത്. അതിനൊരു സത്യമുണ്ട്. എന്നെ വിട്ടേക്ക്. ഗോവിന്ദ, വാ. ഒന്നുമില്ലാത്ത ജന്മം. എന്താണ് ഈ കാണിക്കുന്നേ? എനിക്ക് വന്ന ദേഷ്യത്തിനെ എല്ലാത്തിനെയും വെട്ടിക്കൊന്ന് ജയിലിൽ പോകാൻ തോന്നിയത്. എന്റെ മക്കളെ, നീ ഒന്ന് അടങ്ങ്. അയാളെ കഴുത്ത് ധരിച്ച് കൊന്നേനെ ഞാൻ. എന്നെ തടഞ്ഞുകൊണ്ടാ. മോനെ, കൈക്കരുത്തല്ലടാ,
ബുദ്ധിയെ ഉപയോഗിക്കണ്ടേ? അയാളുടെ വർത്തമാനം അമ്മ കേട്ടല്ലേ? എടാ, ഇതൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നല്ലേ. അയാൾ ഇങ്ങനെയൊക്കെ തന്നെ പറയുന്നത് നമുക്കറിയാലോ. എടാ മോനെ, നീ പറഞ്ഞതുപോലെ നമുക്ക് ജ്വല്ലറി പോയി താലി എടുക്കാം. ഓഹോ, അമ്മ തന്നെയല്ലേ തട്ടാനെ വിളിച്ചു വരുത്തി പാരമ്പര്യമായി ചെയ്യുന്ന പോലെ തന്നെ താലി പണിയണമെന്ന് പറഞ്ഞത്? എടാ, അതിന് സമ്മതിക്കില്ലല്ലോ. എല്ലാം ഇങ്ങനെ വിട്ടുകൊടുത്താലേ കല്യാണം നടക്കാൻ അയാൾ സമ്മതിക്കില്ല. 1000 പറയിലെ കല്യാണമായി തന്നെ എന്റെ കല്യാണം നടക്കണം. അതിനെന്തെങ്കിലും ചെയ്തേ പറ്റൂ. എന്ത് ചെയ്യാനാടാ? കല്യാണത്തിന് ഇനി തടസ്സമൊന്നുമില്ലെന്ന് കരയവും പ്രസിഡന്റ് അന്ന് പറഞ്ഞതല്ലേ? അവരെ ഇടപെടുത്തണം. പിന്നെ മാഷിനെ കൂടെ കല്യാണത്തിന് സമ്മതിപ്പിക്കാൻ വേണം. ഇനി ഇതേ ഉള്ള വഴി. എടാ, കരയോഗക്കാരെയൊക്കെ ഇടപെടുത്തിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. അവരുടെ മുന്നിൽ വെച്ച് കല്യാണത്തിന് സമ്മതിച്ചില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? എടാ, എന്ത് ചെയ്യൂന്ന്? ഏയ്, അവരെ അങ്ങ് അടച്ചാക്ഷേപിക്കാത്തക്ക മണ്ടനല്ല മാഷ്. നമുക്കൊന്ന് പരീക്ഷ നോക്കാം. ശരി, നീ ആ കരയോഗം പ്രസിഡന്റിനെ ഒന്ന് ഫോൺ വിളിച്ചു തന്നെ. ദാ. ആ പ്രസിഡന്റ്, അതെ, സമാധാനമായോ നിനക്ക്? അതെ, ഈ സാധനമൊക്കെ അങ്ങോട്ട് എടുത്ത് തിരിച്ചു പോയി. അമ്മ പൊക്കോ, ഞാൻ എടുത്ത് വെച്ചോളാം. ഓ, പത്മനാഭന്റെ മുന്നേ വെച്ച് അങ്ങനെയൊക്കെ സംസാരിച്ചത് മോശമായി പോയി ബാല. നാണക്കേട് നമുക്ക് തന്നെയല്ലേ. നാണം കെടട്ടെ ഗോവിന്ദ. എത്ര നാണം കെട്ടാലും ബോധം വരാത്ത ജന്മങ്ങളാ രണ്ടും. എനിക്ക് ഈ കല്യാണത്തിന് ഇഷ്ടമല്ലാന്ന് 100 തവണ പറഞ്ഞല്ലേ? അതൊന്നും കേൾക്കാതെ താലി പണിയിക്കാൻ ആളെ വിളിച്ച് എന്റെ മുന്നിൽ വരുത്താന്ന് പറഞ്ഞാ ഞാൻ എന്ത് ചെയ്യണം? എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കണം കല്യാണത്തിന് വേണ്ടതെല്ലാം. അതൊന്നും നടക്കില്ല ഗോവിന്ദ. ബാല, കുറച്ച് സംയമനം പാലിക്കണം. നമ്മുടെ തറവാടിന്റെ പേര്. എന്ത് പേര് ഗോവിന്ദ? കരയോഗത്തിൽ വിളിച്ചു വരുത്തി അപമാനിച്ചു വിട്ടില്ലേ എന്നെ? അപ്പൊ പോകാത്ത പേരുണ്ടോ? പറ. തല കുനിച്ച് നടക്കേണ്ടി വന്നില്ലേ? ആരാ ബാല? ഓ, ആ കരയോഗം പ്രസിഡന്റ് കുറുപ്പാ. എടുക്കുന്നില്ലേ? എടുക്കാതിരിക്കണ്ട. നീ കാര്യം എന്തെന്ന് ചോദിക്കാൻ പാടില്ലേ? കരയോഗക്കാർ ഇപ്പൊ ഓരോ കുടുംബങ്ങളിലെ പ്രശ്നങ്ങൾ കോംപ്രമൈസ് ചെയ്യാൻ നടക്കില്ലേ? ഞാനും കരയോഗം പ്രസിഡന്റായിരുന്നു. അന്ന് ഞാൻ ഇതുപോലെയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് 2 ഭാഗവും അറിഞ്ഞും മനസ്സിലാക്കിയും തീർപ്പ് പറയും. അത് കോടതി പോലെയൊന്നുമല്ല. 2 കൂട്ടർക്കും നല്ലത് എന്താണോ അത്. ഇപ്പൊ അങ്ങനെയല്ലല്ലോ.